സ്വയം ഒന്ന് ആലോചിക്കണം. എടി, നീ അവന് ഒരു പ്രാവശ്യം ഞങ്ങൾക്കിട്ട് പണി തന്നു. ഇനി നിന്നെയൊക്കെ വിശ്വസിച്ച് അടുത്ത പണി വാങ്ങാൻ എനിക്ക് പറ്റില്ല. അരവിന്ദേട്ടൻ വിശ്വസിക്കണ്ട, ആലോചിച്ച് നോക്കിയാ മതി. ശ്രേയയുടെ സ്നേഹം അരവിന്ദേട്ടനോട് എങ്ങനെയാണെന്ന്. ഞങ്ങളാരും അരവിന്ദേട്ടനെയോ ശ്രേയോ ശല്യം ചെയ്യാൻ വരില്ല. പക്ഷെ ശ്രേയ ജീവിക്കേണ്ടത് അരവിന്ദേട്ടന്റെ ഭാര്യയായിട്ടല്ലേ? ആ ഒരു ജീവിതം അരവിന്ദേട്ടന് കിട്ടുന്നുണ്ടോന്ന് മാത്രം ചിന്തിച്ചാ മതി. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം. അതാ എന്റെ അക്കുച്ചേട്ടന്റെ ആഗ്രഹം. ഒരു തടസ്സമായിട്ട് അരവിന്ദേട്ടന്റെ മുന്നിൽ ഞങ്ങൾ ഉണ്ടാവില്ല. മനസ്സിലുള്ള ആഗ്രഹം നടക്കണം. ഞാനിതൊക്കെ പറഞ്ഞത് ബാലമാമന് വേണ്ടിയാ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ബാലമാമൻ. ആ പാവത്തിനെ വിഷമിപ്പിക്കരുത്. അരവിന്ദേട്ടനും ശ്രേയയും ഒരു മനസ്സോടെ ജീവിച്ചു കാണിച്ചു കൊടുക്കണം ബാലമാമന്റെ മുന്നിൽ. അത് കണ്ടാ മാമൻ ഒരുപാട് സന്തോഷിക്കും. ഉള്ളിലുള്ള ചെറിയ പിണക്കങ്ങളും വിഷമങ്ങളും ഒക്കെ മാറും. എനിക്കിത്രേ പറയാനുള്ളൂ അരവിന്ദേട്ടാ. ഇനി തീരുമാനം നിങ്ങളുടെ രണ്ടുപേരുടെയാ. ശരി, പോവാൻ ചേട്ടാ. അശ്വതി, അരവിന്ദനെ കാണുന്നില്ലല്ലോ. പൊന്നു കഴിച്ചോ ആവോ? അച്ചുക്കുട്ടി ഉണ്ടാക്കിയ സാമ്പാറല്ലേ കൊണ്ടുപോയത്. വല്ലതും പറ്റാതിരുന്നാ ഭാഗ്യം. എന്നിട്ടിരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ടായിരുന്നല്ലോ. അത് പിന്നെ വിശന്ന എന്തും കഴിച്ചു പോവില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റാതായിട്ട് ഒന്നേ ഉള്ളൂ, വിശപ്പ്. മിണ്ടായിരടാ. ഓ അശ്വതി, എന്റെ ഫോണിങ്ങെടുത്തേ. ഞാൻ പൊന്നുനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാമേ അമ്മേ, ദേ വരുന്നുണ്ട് തുണിക്കച്ചവടക്കാരി. സ്പീക്കറിലിട്ട് സംസാരിക്കേ. പൊന്നു കഴിച്ചോ? അരവിന്ദ് പോന്നോ അവിടുന്ന്? പോന്നല്ലോ. ആന്റി, എന്താ മോളെ? ഞാനിന്ന് നന്നായി ഭക്ഷണം കഴിച്ചു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അച്ചുക്കുട്ടിയുടെ ഉപ്പും പുളിയില്ലാത്ത സാമ്പാർ മാഡത്തിന് ഇഷ്ടപ്പെട്ടു. വലിയ ചീഫ് എഞ്ചിനീയർ ആണെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ടേസ്റ്റ് സെൻസ് കുറവാണെന്ന് തോന്നുന്നു. ഡേ രമേശേട്ടാ, മിണ്ടാതിരുന്നോ? മുളകിട്ട മീൻകറി സൂപ്പർ, അടിപൊളി. അതിന്റെ ടേസ്റ്റും ആണോ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് ശരി. ചാരു ഉണ്ടാക്കിയ കറികളാണല്ലേ വലിയളിയൻ കൊണ്ടുപോയി ശ്രേയാ മാഡത്തിന് കൊടുത്തത്. അങ്ങനെ വരട്ടെ. പയറ് തോരനും സൂപ്പർ. എന്ന് ഇതുവരെ കിട്ടിയ ഞാൻ ഹാപ്പിയാ. മോളെ, വൈകിട്ട് നേരത്തെ വരില്ലേ? വരാന്റി. ശരി കേട്ടോ. ഞാനുണ്ടാക്കിയ സാമ്പാർ എന്നെ കൊണ്ടുപോകാതിരുന്നത്. എനിക്കറിയാവുന്ന പോലെ നിന്റെ കൈപ്പൊണ്യം അരവിന്ദൻ അളിയനും അറിയാലോ. വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും.
അതെങ്ങാനും കൊണ്ടുപോയി കൊടുത്തിരുന്നെങ്കിൽ രണ്ടാം തവണയും അളിയന് ഡിവോഴ്സ് നോട്ടീസ് വന്നേനെ. ഇന്ന് നിങ്ങളെ ഞാൻ അയ്യോ അജോടി കരയരുത്. അജോടി സത്യത്തിന്റെ മുഖം വികൃതമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. അയ്യോ